ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഭോപ്പാൽ ഇന്ന് വിടുകയാണ്. ഭോപ്പാലിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ട്രെയിൻ ഇരുന്നുകൊണ്ട് ഒരു റിയാക്ഷൻ വീഡിയോ ആവുമെന്ന് വെച്ചു. അപ്പം ഇപ്പം ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിർമ്മല കോളേജിലെ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചൊരു സംഭവം. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. കലാലയങ്ങൾ അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ആദ്യം പ്രക്ഷുബ്ധമാവാൻ തുടങ്ങിയത് എത്തരത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയം കലർത്തി തുടങ്ങിയത് തൊട്ടാണ്. നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള അടിപിടി, അത്തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നിടത്തേക്ക് പിന്നെ രാഷ്ട്രീയം കലർന്നുകൊണ്ട് അവർ ചേരിതിരിക്കാൻ തുടങ്ങിയതിന് ശേഷം നടന്നുള്ള കത്തിക്കുത്തായാലും ബാക്കി അടിപിടിയായാലും വെട്ടലായാലും അതിലൂടെ നടന്നിട്ടുള്ള നമുക്ക് അഭിമന്യുവിന്റെ കൊലപാതകം വരെ നമുക്കറിയാവുന്ന കാര്യമാണ് ചെന്ന് നിന്നിട്ടുള്ളത്. അപ്പം ഇപ്പം രണ്ടാമതായി ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മതം കലർത്തുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കലാലയങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വിദ്യ അഭ്യസിക്കാനുള്ള ഇടങ്ങളാണ്. വിവരവും ബോധവും വെക്കാൻ വേണ്ടി നമ്മൾ ചെന്ന് ചേക്കേറുന്ന സ്ഥലങ്ങളാണ്. അപ്പം ആ സ്ഥലങ്ങളിലേക്ക് മതം കലർത്തണമെന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട നമ്മുടെ വകതിരിവിനനുസരിച്ചാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഓരോ ഈ പറയുന്ന മാനേജ്മെന്റ് നടത്തുന്ന ഈ പറയുന്ന നമുക്കറിയാം, ക്രിസ്ത്യൻ നടത്തുന്നുണ്ട്, മുസ്ലിം നടത്തുന്നുണ്ട്, ഹിന്ദുക്കൾ നടത്തുന്നുണ്ട്. അപ്പം ഇവരാരായി കഴിഞ്ഞാലും അവരുടേതായിട്ടുള്ള മാനേജ്മെന്റ് സ്കൂളായാലും കോളേജുകളിലായാലും അവരുടേതായിട്ടുള്ള പ്രയോറിറ്റി നൽകുന്ന ചില കാര്യങ്ങൾ കാണും, നിർദ്ദേശങ്ങൾ കാണും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ കാണും. അവിടെ ക്രിസ്ത്യൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചാപ്പൽ കാണും, പ്രാർത്ഥിക്കാനുള്ള സ്ഥലമായിട്ടുള്ളത്. ഈ പറയുന്ന മുസ്ലിംസിന്റെ മാനേജ്മെന്റ് സ്കൂളിലോ കോളേജിലോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിസ്കാര മുറികൾ കാണും. അപ്പം ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും വാശിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓരോ മതസ്ഥാപനങ്ങളും കൃത്യമായിട്ടുണ്ട്. ഓരോരുത്തരുടെ മതത്തിനനുസരിച്ച് കൃത്യമായിട്ട് ചേർത്തിട്ടുള്ള ഓരോ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ എന്തിനാണ് തമ്മിൽ തല്ല് പിടിക്കാൻ വേണ്ടിയിരിക്കുന്നത്? ആ സ്ഥലങ്ങളിൽ പോയി ചേർന്നുകൂടെ? ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കലാലയങ്ങളെ ഒരു വല്ലാത്ത സ്ഥലമായിട്ട് നയിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളും പഠിച്ചിട്ട് വന്നതാണ്. നമ്മളും ഈ പറയുന്ന കോളേജും സ്കൂളും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം ഞാനൊക്കെ പഠിച്ച സമയത്ത് കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് 60 പേര് പഠിച്ചിരുന്ന ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുസ്ലിം സുഹൃത്തുക്കളാണ് ഞങ്ങൾക്കെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് പെൺകുട്ടികൾ ഇതുവരെ ഒരിടത്ത് നിസ്കരിക്കാനോ ബാക്കി കാര്യങ്ങൾക്കോ പോണത് ഞങ്ങൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ അവർക്കത്, പക്ഷെ അവരങ്ങനെ നിസ്കരിക്കാത്തതോ മതത്തിൽ വിശ്വസിക്കാത്തതോ ആയിട്ടുള്ള പെൺകുട്ടികളായിരുന്നില്ല. കൃത്യമായിട്ട് ആൺകുട്ടികൾ പോയിരുന്നതെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാത്രമാണ്, അതിനനുസരിച്ചാണ് നമ്മുടെ ഇന്റർവെല്ലും ബാക്കി കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് സ്കൂളുകളിൽ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാത്രം കണ്ടെടുത്തുനിന്ന് ഇപ്പം പുതിയതായിട്ട് വന്ന യുവതലമുറയ്ക്ക് മാത്രം ഈ പ്രത്യേക ഒരു ദൈവത്തിനോടുള്ള വിശ്വാസവും അല്ലെങ്കിൽ ഈ പറയുന്ന നിസ്കാരം വേണോ അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ മുറി വേണോ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകരുത്. പഠിക്കാൻ പോകുന്ന സ്ഥലം പഠിക്കാനുള്ളതാണ്, അല്ലാതെ ആരാധന നടത്താനുള്ളതല്ല. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഇതിനുള്ളതല്ല. പഠിക്കാനുള്ള സ്ഥലത്തിനെ പഠിക്കാനുള്ള ഇടമായി കണ്ടുകൊണ്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവേചന ബുദ്ധി വേണം. അതിലപ്പുറത്തേക്ക് നമ്മുടെ ഈ പറയുന്ന പ്രിൻസിപ്പിൾ മാപ്പ് പറയണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവന്റെയൊക്കെ ബോധതലം എന്താണെന്ന് കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. ഇത് കരുതിക്കൂട്ടി ഏതൊക്കെയോ ആൾക്കാരുടെ അജണ്ടയായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മോസ്കുകൾ, പള്ളികളിൽ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ, അവിടെയുള്ള കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ല, നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ സ്വബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചൂടെ? അത് പള്ളിയിൽ പോയി തിരക്കേണ്ട കാര്യമാണ്. അവിടുത്തെ മേധാവികളെടുത്ത് തിരക്കി ഒത്തുതീർപ്പാക്കി പ്രശ്നം പരിഹരിക്കേണ്ട കാര്യമാണ്. അതിനൊരു ആ കോളേജിലെ ആൾക്കാരുടെ അടുത്ത് സ്ഥലം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്ത് ലോജിക്കാണ് അത് പിന്നിലിരിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി സ്കൂളിലായാലും കോളേജിലായാലും പോയി പഠിക്കാൻ ശ്രമിക്കുക. അതല്ല മതത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിലിരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോയിരിക്കുക. ഇതാണ് ചെയ്യേണ്ടുള്ളതെന്ന് പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന കലാലയത്തിൽ പോരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്കൂളിലും കോളേജിലും എല്ലാം ഒരു മുറിക്കകത്ത് നിറച്ച് ഈ പറയുന്ന ഹിന്ദു ദൈവങ്ങളുടെ എല്ലാം കൂടെ പടം വെച്ചിട്ട് അവിടെ ഹിന്ദുക്കൾ പിള്ളേരെല്ലാം കൂടെ കയറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. അടുത്തത് ക്രിസ്ത്യൻസിന്റെ വെച്ചിട്ട് അവിടെ യേശുവിനെ മാതാവിനെ വെച്ചിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. അടുത്തതിനകത്ത് അള്ളാഹുവിനെ വെച്ചിട്ട് ബാക്കി എല്ലാവരും കൂടെ വരുന്ന നിസ്കരിച്ചുകൊണ്ടിരിക്കട്ടെ. ടീച്ചേഴ്സ് എല്ലാം കൂടെ അവിടെ ഇരുന്ന് ഈച്ചയാട്ടിക്കൊണ്ടിരിക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ ഈ പറയുന്ന അധ്യാപനത്തിന്റെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. വിദ്യാലയത്തിലായാലും കലാലയത്തിലായാലും നടക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ഇവിടെ സത്യത്തിൽ ഈ നാട്ടിൽ വർഗീയത പരത്താൻ ആരൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമ്മുടെ കേരളീയർ ഒത്തൊരുമയുടെ നിൽക്കുന്നതാണ്. അതിപ്പോൾ അർജുന്റെ വിഷയം ഇവിടെ എടുത്തിടാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഏതൊരു ആൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പയ്യന്റെ കാര്യത്തിൽ വീഡിയോ ചെയ്തിട്ടുള്ള ഏത് വീഡിയോയുടെ താഴെയും നമുക്ക് മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റുന്നതാണ്. എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് റബ്ബെ അവനെ കാക്കണേ, പടച്ചവനെ അവനെ കാക്കണേ, അല്ലെങ്കിൽ കർത്താവെ അവനെ കാക്കണേ, അല്ലെങ്കിൽ ദൈവങ്ങളെ അവനെ കാക്കണേ എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു നാടാണ് നമ്മുടെ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സംസ്കാരവും വിവരവും നമ്മുടെ നാടിന് കൃത്യമായിട്ട് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ആ വിവരത്തെയും ബോധത്തെയാണ് നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കൃത്യമായിട്ട് അജണ്ടയുമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. സ്കൂളുകളും വിദ്യാലയങ്ങളും കൃത്യമായി പഠിക്കാനുള്ള